ഹായ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ആയി വലിയ വീഡിയോ കിട്ടിയിട്ടുണ്ടോ, ലോങ് വീഡിയോ കിട്ടിയിട്ട് കുറേ ആയി. അപ്പം ഒക്കെ ഷോർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒപ്പിക്കലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനൽ പോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ചാനൽ എന്താവും എന്നറിയായിട്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമുക്ക് കർക്കിടക മാസം ആണല്ലോ ഇപ്പോൾ. അപ്പം നമ്മളിങ്ങനെ ഓരോ മരുന്നുകളും ഇലകളൊക്കെ കഴിക്കേണ്ട സമയമല്ലേ. അപ്പം ഞാൻ കർക്കിടക മാസമൊക്കെ ആയാൽ പുറത്തുനിന്ന് അങ്ങനെ മരുന്ന് വാങ്ങൽ കുറവാണ്. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പിന്നെ പറമ്പിലൊക്കെയുള്ള മരുന്നുകളൊക്കെ പച്ചമരുന്നൊക്കെ പറിച്ചിട്ട് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വീഡിയോ ഇതെന്താണെന്ന് കണ്ടോ, നിങ്ങൾ നോക്കി സൂക്ഷിച്ച് നോക്കി. തകരേൻ്റെ ഇലയാട്ടോ ഇത്. അപ്പോൾ പഴയ പഴമക്കാരൊക്കെ പറയും കർക്കിടക മാസത്തിൽ താളും തകരയൊക്കെ തിന്നേണ്ട സമയമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ താളെടുത്തില്ല. ഇന്നലെ ഞാൻ വരുമ്പോൾ ഇതൊന്നും കിട്ടാനില്ല കേട്ടോ. ഈ തകരയൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. മറ്റേ റോഡ് സൈഡിലൊക്കെ നല്ലോണം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പ്. അവിടെ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടുന്ന കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ കൊല്ലവും ഒരു സൈഡിലായിട്ട് തകര ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇന്നലെ മറ്റേ ഓട്ടോറിക്ഷയ്ക്കൊക്കെ വൈകുന്നേരമല്ലേ വരിക. അപ്പോൾ എനിക്ക് അതൊന്നും പറിക്കാൻ സമയം കിട്ടില്ല. ഇന്നലെ ഞാൻ കുറച്ച് നേരത്തെ പോയപ്പം ഞാൻ നടന്നു പോവാം. അപ്പം ഞാനത് പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി ഇന്നത്തെ ഉപ്പേരി ഇതാണ്. ഇതിവിടെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച എനിക്കും വലിയ താല്പര്യം. ഒരു കമർപ്പാണല്ലോ. എന്നാലും ഇപ്പോൾ തിന്നേണ്ട സാധനമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിന്നാട്ടോ. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടായിരുന്നു. തകര കണ്ടോ, കുറച്ചുണ്ട് കേട്ടോ. ഞാനത് കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് തരിപ്പയിൽ കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇത് ഒറ്റയ്ക്ക് ആവുമ്പോഴാണ് നമുക്ക് ഈ കമർപ്പൊക്കെ വരിക. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഇലയും കൂടി ഇടാറുണ്ട് കേട്ടോ. അതിലൊന്നാണിതാ കഞ്ഞിത്തൂവ. കണ്ടോ, കഞ്ഞിത്തൂവ. ഇതും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇഷ്ടം പോലെ, ഞങ്ങൾ പറമ്പിൽ പാറയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിവിടെ എങ്ങും കാണാനില്ല. എന്താണെന്ന് ആർക്കറിയാം, കാണുന്നില്ല ഇത്. ഒന്നാമെന്താ വെച്ചാൽ ഈ തകരയൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ അല്ലേ. അപ്പോഴേക്കും ഈ കർക്കിടക മാസം വരുമ്പോഴേക്കും അത് കാണുന്നേ ഇല്ല. അപ്പം ഒന്ന് ഇതാണ് കേട്ടോ, തകരേൻ്റെ ഒപ്പം ഇടുന്ന ഇലയാണേ. പിന്നെ മൂന്നാമത്തെ ഇല ഇത് കണ്ടോ നിങ്ങളെ, ഇതുണ്ടോ, ഇതൊരു സൈസ് ചീരയാണ് കേട്ടോ. നമ്മളെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞങ്ങൾ ഇങ്ങനെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ ഒരു എന്താ പറയുക, വയലറ്റ് കളറിൽ, ഡാർക്ക് വയലറ്റ് കളറിൽ കിട്ടലുണ്ട്. അങ്ങനെ അതിനൊക്കെ എടുക്കലുണ്ട്. ഇതും ഒരു ചീരയാണ്. ഇത് നമ്മൾ സ്വന്തം കറി തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചുമന്ന ചീര വെക്കുന്ന മാതിരി ചുവന്ന കളർ വരും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ, തകരേൻ്റെ ആ ഒരു കമർപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി വയ്ക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഇല ഉപ്പേരി വയ്ക്കുന്ന മാതിരി തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഈ തകര ഉള്ളതുകൊണ്ട് നമ്മൾ തേങ്ങ ഒതുക്കിയിട്ട് തന്നെ വേണം. മറ്റേത് കടുകൊക്കെ പൊട്ടിച്ച് ചീരയൊക്കെ വെക്കുമ്പോൾ സാധാരണ കടുകൊക്കെ പൊട്ടിച്ച് ഈ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ തകര ഉള്ളതുകൊണ്ട് തേങ്ങയും പച്ചമുളകും ഒക്കെ ഒതുക്കിയിട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ കമർപ്പ് ഒന്നും കൂടി വരും. വലിയ രസമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് തിന്നാൻ പറ്റിയ ഇലകൾ 10 ഇലകളൊക്കെ തിന്നണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി 10 ഇലയൊക്കെ തേടി എവിടെ പോകണമെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ ഈ കഞ്ഞിത്തൂവ പറിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് കയ്യിൻ്റെ ഉള്ളനടിയിലായാൽ ചൊറിയില്ല എന്നാട്ടാ പറയാം. പുറത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞിട്ട് നിൽക്കത്തില്ല കേട്ടോ. ഞാനിത് ഇതൊക്കെ സൂക്ഷിച്ച് പറിച്ചാൽ ചൊറിയാണ്ടിരിക്കുള്ളൂ. എനിക്ക് എന്തായാലും പുറത്ത് തട്ടും. നല്ലോണം ചൊറിച്ചിലും ഉണ്ടായിരുന്നു. കഴുകുമ്പോൾ ഒക്കെ എന്തായാലും പുറത്ത് തട്ടും. അപ്പോൾ ഇതാ നമ്മളെ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ, പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കുന്നു. വെളിച്ചെണ്ണയൊക്കെ ഇപ്പം പില്ലറിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കേണ്ടി വരും കേട്ടോ. അമ്മാതിരി വിലയല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും നമുക്ക് തിന്നുന്നത് രുചിയിൽ തിന്നുന്നുണ്ട് കേട്ടോ. കരിവേപ്പിൻ്റെ ഇല. ഇനി എന്താ, ഞാൻ മഞ്ഞൾ ഇടാണ്ടാണ് കേട്ടോ ഇതാക്കിയത്. മഞ്ഞൾ പിന്നെ ഇലയിൽ ഇടാലോ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്താക്കിയാൽ സുബിക്കുട്ടി പറഞ്ഞു തന്നാണ്. ഞാൻ ആദ്യം മഞ്ഞളൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ അടിക്കലേ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ സുബി പറഞ്ഞു മിക്സിയുടെ ജാറിലൊക്കെ ഇങ്ങനെ ആവൂലേ, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇലയിൽ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു.
മിക്സിൻ്റെ ജാറിൻ്റെ ഇതിലൊക്കെ മഞ്ഞ കളറായാലും പോകാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നെ കുറച്ചേ ഉള്ളൂ, ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉണ്ടല്ലേ, എല്ലാം ഒന്നും എടുത്തില്ല, തകരം മൊത്തം എടുത്തില്ല. ഞങ്ങൾ രണ്ടാൾ മാത്രമാകുമ്പോഴേ പിന്നെ തീർന്നില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയിപ്പോലെ. എന്തായാലും വേഗുമ്പോൾ ഇതിങ്ങനെ ആയിപ്പോയി. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇലകൾ കൊണ്ട് ഉപ്പേരി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പ് കുറച്ചിടുക. എന്താ വെച്ചാൽ അവർ അമങ്ങി വെന്ത് കഴിയുമ്പം അമങ്ങി പോവില്ലേ. അപ്പോൾ അത് ഉപ്പ് അധികം അറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കുക, അറിയുന്നവരുണ്ടെങ്കിൽ എൻ്റെ പൊങ്കാല ഇടരുത്. അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. എനിക്കങ്ങനെ പറ്റാറുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ ഇടുമ്പോൾ കുറേ ഉള്ളമാതിരി തോന്നും. അപ്പം ഞാൻ അതിനനുസരിച്ച് അങ്ങ് ഉപ്പിടും കേട്ടോ. അമങ്ങി വരുമ്പോഴേക്ക് ഉപ്പ് കൂടുതലായിരിക്കും. പിന്നെ ചോറിൻ്റെ അകത്ത് കഴിക്കാനല്ലേന്ന് വിചാരിച്ച് ഞാനല്ല, ഇവിടെ ഉള്ളവരങ്ങ് ക്ഷമിക്കും. ഉണ്ടോ, ഇത് 3 ഇലകളാണ് കേട്ടോ അത്. പക്ഷെ കഞ്ഞിത്തൂവ എനിക്ക് അങ്ങനെ കിട്ടിയില്ല, കഞ്ഞിത്തൂവ ഇല്ല. പറമ്പൊക്കെ തിരഞ്ഞ് നടന്ന് നോക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ ഉപ്പേരി ഇതാണ്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ പൊത്തി വെച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. വെള്ളമൊന്നും ഇല്ലാത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇതാക്കി ഇളക്കി നോക്കിയില്ലെങ്കിൽ അടി പിടിച്ചാൽ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ കൂടി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.